ഭയങ്കര അല്ലെ ഒരു കാര്യം ആയിക്കട്ടെ, ഇയാളെന്താ എപ്പോഴും ഈ വയേർഡ് ഹെഡ്സെറ്റ് കൊണ്ട് നടക്കണേ? വയേർഡ് ഹെഡ്സെറ്റ് ഭയങ്കര റൊമാൻറ്റിക് അല്ലേ? ഇങ്ങനെ ഹെഡ്സെറ്റ് ഞാനിപ്പോ ഇവിടത്തേക്ക് എത്തിയത്. എന്റെ പേര് സമ്യക്, ഞാൻ കൊക്കോന്റെ എന്താ പറയാ നിങ്ങൾ രണ്ടുപേരും കാണുമ്പോ നിങ്ങൾ കപ്പിൾസ് ആണല്ലോ, ആ ഒരു ഫീലാ വരുന്നത്. അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പോഴാണ് നമ്മളെയൊക്കെ സ്വന്തം പേരൊക്കെ ചോദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ ചേട്ടന്റെ കൂടെ കണ്ടപ്പോ വിചാരിച്ചത് കുറച്ചും കൂടെ ഒരു അധികം സംസാരിക്കാതെ നിങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ ഭയങ്കര ഒരു സ്ലോ അങ്ങനത്തെ ഒരു രസമാണല്ലോ. അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു ടീമല്ലോ. സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഫസ്റ്റത്തെ വീഡിയോ ആക്ച്വലി യൂട്യൂബിലായിരുന്നു നമ്മള്, അതിലെ അവനായിരുന്നു അഭിനയിച്ചത്. പിന്നെ അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തു. ആ സമയത്ത് വിളിച്ചില്ല, ആ സമയത്ത് കൊക്കോ പൂട്ടി പോയി. എന്താണ് ശരിക്കും ഫ്യൂച്ചർ പ്ലാൻ കൊക്കോ വൈബ്സിന്റെ? കൊക്കോ വൈബ്സിന്റെ ഫ്യൂച്ചർ പ്ലാൻ സിനിമയാണ്. തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം. പക്ഷെ ആനപ്പിണ്ടത്തിന്റെ സ്ഥലം എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ശരിക്കും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത കണ്ടന്റ് ഏതെങ്കിലും ഉണ്ടോ? സ്വന്തം ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ അടി കിട്ടില്ലേ? എടുക്കാൻ പറ്റില്ലല്ലോ. ഓർക്കുന്ന ഒരു ഫേസ് എല്ലാവരും കുറച്ച് ശേഷം മനസ്സിലേക്ക് നമുക്കൊരു കുഞ്ഞി ഗെയിമിലോട്ട് പോയാലോ? പാട്ടിന്റെ വരിയാണ്. മണിമുറ്റത്ത ഞങ്ങൾ തോറ്റു. മറ്റേ സമയം നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ടീമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് വീഡിയോസ് ഒക്കെ ചെയ്ത്, അതും പ്രത്യേകിച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ടീമിനെ ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ടീം കൊക്കോ വൈബ്സ്. അപ്പം 6 പേർക്കും വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അവിടെ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ട് പോകുന്നു. കാണാനുണ്ട്. ഞാൻ ആദ്യമായിട്ടോട്ട് ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു ഗസ്റ്റിനെ വിളിച്ച് ഇത്ര ആത്മാർത്ഥതയോടെ ഒരു ഡ്രസ് കോഡ് ഒക്കെ ചെയ്തു വരുന്ന അത് ഭയങ്കര തമാശ. എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ട് ചൂസ് ചെയ്ത ഡ്രസ് കോഡ് അവസാനം ബ്ലാക്കിലായി. മലപ്പുറത്ത് പ്ലാൻ ചെയ്തിട്ടില്ല. ഇല്ല. നിങ്ങൾ ഡ്രസ് ചെയ്യാൻ പോയപ്പോ ഞാൻ ഇവിടെ പറയുന്നു ഡ്രസ് കോഡ് ഒക്കെ ഇട്ടിട്ട് പക്ഷെ നല്ല ഭംഗിയായിരിക്കും ഫ്രെയിമില് കാണുമ്പോ. അങ്ങനെ എന്തിരിക്കട്ടെ, മറ്റേ കേട്ടു. അപ്പൊ എന്തായാലും എല്ലാവരും നിങ്ങളായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോവാം. ഞാനിപ്പോ പേരൊക്കെ കാണപ്പാടും പഠിച്ചിട്ടുണ്ടെങ്കിലും ഓഡിയൻസിനെ കാണുമ്പോൾ ഒറ്റയ്ക്ക് കാണുമ്പോൾ എല്ലാവരും അറിയാൻ പറ്റൂല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഫാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഒന്നും അങ്ങനെ തന്നെ പറഞ്ഞു. ഇവിടെ തന്നെ നോക്കിക്കോ. ഈ എന്റെ പേര് അഞ്ജലി. പിന്നെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. കുറച്ചു കാലമായിട്ട് കൊക്കോന്റെ ഭാഗമാണ്. പാലക്കാടാണ് ആക്ച്വലി. അല്ല, ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ് ആക്ച്വലി വർക്ക് ചെയ്യണേ. പിന്നെ റീലിനും ഒക്കെ. എന്റെ പേര് സമ്യക്, ഞാൻ കൊക്കോന്റെ എന്താ പറയാ അതെ അതന്നെ. ഞങ്ങളൊക്കെ ആക്ച്വലി കൊച്ചിയല്ല, ഞങ്ങൾ ബേസ് ഞങ്ങൾ കൊച്ചിയിൽ വന്ന് ഷൂട്ട് ചെയ്യും. ബേസിക്കലി ഗുരുവായൂർ തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം. പക്ഷെ ആനപ്പിണ്ടത്തിന്റെ സ്ഥലം എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, അതന്നെ അത്രേ ഉള്ളൂ. പിന്നെ സിനിമ മുഖമായിട്ട് ഇങ്ങനെ തുടങ്ങി അങ്ങനെ പോകുന്നു. കൂട്ടത്തിൽ ഏറ്റവും വലിയ എക്സ്ട്രോവേർട്ട് ആണ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പേര് അനുപമ, ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യണു. ഇപ്പോ 1.5 years ആയിട്ട് കൊക്കോയിലുണ്ട്. ഫുഡ് ടെക്നോളജി. എൻ്റെ പേര് വൈഷ്ണവ്. ഞാനും ഒരു കൂടുതലായിട്ട് കൊക്കോന്റെ പാർട്ടാണ്. ആക്ടറാണ്. 2 സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ആർട്സിന്റെ വേറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് മുന്നോട്ട് പോകും. ഞാൻ ഗുരുവായൂരാണ്. എനിക്കുണ്ട്, ബൈക്കുണ്ട്. എൻ്റെ പേര് ആര്യ സുരേന്ദ്രൻ. എൻ്റെ നാട് വയനാടാണ്. ഞാനിപ്പം ഫ്രീലാൻസ് വീഡിയോ പ്രസന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വയനാട്ടിൽ പുൽപ്പള്ളി. അറിയോ? എങ്ങനെ?
അത് ശരി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവൂല വയനാട് പോവാന്നൊക്കെ. ഏത് ഇയർ പഠിച്ച? ഇപ്പൊ ഇറങ്ങിട്ടൊരു 5-6 മാസമായിട്ടുള്ളൂ. അവിടെ നേരെ ഇങ്ങോട്ട് ഒന്ന് ജോയിൻ ചെയ്തു. മാസ് കമ്മ്യൂണിക്കേഷൻ ആവൂലേ? സന്തോഷം. എനിക്ക് ഞാൻ എന്റെ ഒറിജിനൽ സ്ഥലം ആലപ്പുഴയാണ്, എന്റെ നേറ്റീവ് ആലപ്പുഴയാണ്. പക്ഷെ എനിക്ക് വയനാട് കേൾക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം. വയനാട് ഇഷ്ടമായോ? ആ വയനാട് നമ്മൾ കണക്ട് ആയി. നെക്സ്റ്റ്. ഹായ്, എൻ്റെ പേര് അജയ്. ഞാനിപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 2016 തൊട്ടിട്ടാണ് ഞങ്ങൾ കൊക്കോയിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പോൾ 2 സിനിമ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ. ഞാൻ സ്ഥലം തൃശ്ശൂരാണ് വരുന്നത്. തൃശ്ശൂർ. പല പല ജില്ലയിലെ ആൾക്കാരെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടാണ്. ശരിക്കും എങ്ങനെയായിരുന്നു ഒരു സ്റ്റാർട്ടിങ്? എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് എന്ന് പറയണത്? ഫസ്റ്റത്തെ വീഡിയോ ആക്ച്വലി യൂട്യൂബിലായിരുന്നു നമ്മള്. അതില് അവനായിരുന്നു അഭിനയിച്ചത്. പിന്നെ അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്ത് ഞങ്ങള് നമ്മള് ഗ്രോ ചെയ്യുമ്പോ നമുക്ക് ത്രെഡ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കളയുന്നതാണ്. അങ്ങനെ മാറ്റി നിർത്തിയത്. പിന്നെ എന്താ ഒരു 5-6 വർഷത്തിന്റെ ഇടയില് പലപ്പോഴും ചെയ്ത് നോക്കി ഫെയിലായി, പിന്നെയും ചെയ്ത് നോക്കി പിന്നെയും ഫെയിലായി. ഇപ്പൊ അല്ല, നമ്മള് യൂട്യൂബില് ഒരു 2019 തൊട്ടിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷെ ആക്ച്വലി കോവിഡ് സമയത്ത് ഭയങ്കര വൈറലായിരുന്നു അതില്. പക്ഷെ ആ സമയത്തൊക്കെ ഇതുപോലെ 5 lakhs 1 million അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡൗൺ ആയി പോയി. പിന്നെ എന്താ പറയാ, പിന്നെ കുറച്ച് സ്ട്രഗിൾ വന്നു. നമുക്ക് ഫൈനാൻഷ്യലി പറ്റാന്നില്ല മനസ്സിലായപ്പോ പിന്നെ കുറച്ചെല്ലാം എറണാകുളത്ത് വർക്ക് ചെയ്തു. ഇതുപോലെ ഇന്റർവ്യൂസ് എടുത്ത് ക്യാമറ ചെയ്ത് നടന്നു. പിന്നെ തിരിച്ച് നാട്ടിൽ പോയിട്ട് വേറെ ജോലി ചെയ്യാൻ പറ്റാത്തോണ്ട് തിരിച്ചതിലേക്ക് ഇൻസ്റ്റയില് നമുക്ക് ഇങ്ങനെ ഒരു കോണ്ടന്റ് ഒക്കെ ഇടണം. കാര്യം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനകത്തൊന്ന് റെക്കഗ്നൈസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കോളേജിൽ പോകുന്നവരായിക്കോട്ടെ, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ആക്ടിങ് ഇഷ്ടമുള്ള എല്ലാവരും ഇപ്പം ആദ്യം യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോണ്ടന്റ് ക്രിയേഷൻ. അപ്പൊ അധികം ആൾക്കാർ നോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വീഡിയോസ് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിങ്ങളത് സക്സസ് ആയി. പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ ആദ്യം പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ, റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോ, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. അതിൽ നമുക്ക് കണക്ഷൻ കിട്ടാവുന്ന ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സ്റ്റാർട്ടിങ് എവിടെ തുടങ്ങിയത്? ഇൻസ്റ്റയിലെ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? ഇൻസ്റ്റയിൽ ആക്ച്വലി ഞാന് ഈ എറണാകുളത്ത് ഡിപ്രഷൻ അടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രേഷ്മ എന്നുണ്ട്. പുള്ളി എനിക്ക് ഒരു റീൽ അയച്ചു തന്നിട്ട് ഇതുപോലത്തെ സംഭവങ്ങൾ ട്രൈ ചെയ്യ് എന്ന് പറഞ്ഞതാണ്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് രേഷ്മയോട്. അതെ. ഇവര് നിങ്ങളെല്ലാവരും നേരത്തെ ഫ്രണ്ട്സ് ആണോ? ഞാന് ഇവനും വൈഷ്ണവും ഫ്രണ്ട്സ് ആണ്. ഇവര് 3 പേരും. പിന്നെ അഞ്ജലിയാണ് ഏറ്റവും കൂടുതൽ കുറെ കാലമായിട്ട് നമ്മളൊപ്പം ഉള്ളത്. പിന്നെ ജോയിൻ ചെയ്തത് എങ്ങനെ ഇതിലേക്ക്? വീഡിയോസ് കണ്ട് ഇവള് പറഞ്ഞോളൂ. ഞാൻ ആക്ച്വലി അന്ന് ഇവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എടുക്കുമ്പോണ്ടായിരുന്ന ക്യാമറാമാൻ ആ ചേട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞു വന്നതായിരുന്നു. പിന്നെ അനുപമ ഈ പറഞ്ഞ പോലെ അമ്മായി കൊടുത്തറ പറയട്ടെ. ഞാന് ഒരു 3 years ബിഫോർ ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു കൊക്കോടെ. അപ്പൊ അതില് അയച്ചിട്ട് അങ്ങനെ കാസ്റ്റിംഗ് കോൾ ത്രൂ വന്നത്. അതെ അതെ. ആ സമയത്ത് വിളിച്ചില്ല. ആ സമയത്ത് ഇവര് കൊക്കോ പൂട്ടി പോയി. അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങുമ്പോ താൽക്കാലികമായി താൽക്കാലികമായി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ തുടങ്ങുമ്പോ വിളിച്ചു. അപ്പൊ അങ്ങനെ വന്നു. ഓഡീഷൻ ഒക്കെ നടത്തിയാണ് അടുത്തത്? അല്ല, ലൈക് ഓൺലൈൻ. അത് ചെറിയ പെർഫോമൻസ് വീഡിയോ എന്തോ അങ്ങനെയൊക്കെ ഓൺലൈൻ വഴി. ഞാന് കൊക്കോ വൈബ്സിന്റെ ഫാൻ ഗേൾ ആയിരുന്നു ആദ്യം. അങ്ങനെ ഇവര് കാസ്റ്റിംഗ് കോൾ ഇട്ടപ്പം മെസ്സേജ് ചെയ്ത് അങ്ങനെ വന്ന് ഇപ്പൊ ഇവിടെ എത്തി. പക്ഷെ ശരിക്കും എനിക്ക് പെട്ടെന്ന് ഓർക്കുന്ന ഒരു ഫേസ് പെട്ടെന്ന്. അപ്പൊ ഫാൻഗേളായിട്ട് വന്നിട്ട് ഭയങ്കര ഇപ്പൊ ഞാൻ പറയുന്നത് മോശമാണെന്ന് പറയാം. പക്ഷെ എങ്കിലും ഇരിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും കാണുമ്പോ നിങ്ങൾ കപ്പിൾസ് ആണല്ലോ, ആ ഒരു ഫീലാ വരുന്നത്. അവിടെ ഇവിടെ ഇരുന്നിട്ട് അത് നിങ്ങളുടെ ആക്ടിങ്ങിന്റെ ഗുണം കൊണ്ടല്ലോ നമുക്ക് കെമിസ്ട്രി വർക്കൗട്ട്. ശരിക്കും ഇതിൽ കപ്പിൾസ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഫ്രണ്ട്സ്. ശരിക്കും ഇതിനകത്ത് ആർക്കാണ് ഭയങ്കര ദിവ്യപ്രേമം ഒക്കെ ഉണ്ടായിരുന്നത്? ഇത്രയും കണ്ടന്റ് വരുന്നത് ഇവിടുന്ന് ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുന്നത് മുതലാളിയുടെ എല്ലാ കണ്ടന്റ്സും നിങ്ങളുടെ ഡിഫറെന്റ് ഐഡിയ അങ്ങനൊന്നുമില്ല, എല്ലാം ഓൺ പ്രൊഡക്ഷൻ. അല്ല സ്ക്രിപ്റ്റ് ഞാൻ തന്നെ എഴുതാറ്. പിന്നെ ഇവര് ഓണായിട്ട് ആ ഒരു സമയത്തിൽ എന്തെങ്കിലും ഇംപ്രൂവൈസേഷൻ ഉണ്ടാവുന്നോ? അത് എനിക്കും അറിയാൻ പാടില്ല.
ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല എക്സ്പീരിയൻസ്. പിന്നെ ശരിക്കും സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുത്ത കണ്ടന്റ് ഏതെങ്കിലും ഉണ്ടോ? സ്വന്തം ജീവിതം എടുത്ത് കഴിഞ്ഞാൽ അടിയിട്ടില്ലേ, അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ രീതിയിലൊക്കെ ഒരു പൊട്ടും പൊടിയൊക്കെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കും. അതെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഏതാ? ഫസ്റ്റ് വൈറൽ ആയിട്ടുള്ള 1 lakh ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. 1 million എന്നുള്ള നിലയ്ക്ക് എത്തിയത് ആര്യയുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. മൂവീസ് യുവർ മൂവി ടേസ്റ്റ് ഈസ് വിയർഡ്. അതാണ് ഫസ്റ്റ് 1 million അടിക്കുന്നത്. അല്ല നിങ്ങൾക്ക് ലൈക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു, നമുക്ക് വീഡിയോസ് റീച്ച് കയറി വരുന്നുണ്ട്, അങ്ങനെ ഫസ്റ്റ് ഒരു സന്തോഷം വന്ന വീഡിയോ? അത് ആക്ച്വലി ഒരു ജോക്കർ എന്നായിട്ടുള്ള വിളയായിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് പക്ഷെ പെട്ടെന്ന് 3 lakhs 4 lakhs ഒക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസിനും 3 lakhs 2 lakhs അങ്ങനെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടിയതോ? കോംപ്ലിമെന്റ്സ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഏതായിരുന്നു, മറ്റേ മെൻ വുമൺ അല്ലേ, മെൻ ലവ് ആൻഡ് ഫാമിലി. ഞാൻ ഭയങ്കര വയർഡ് ഹെഡ്സെറ്റ് എന്നാണ് ഞാനിപ്പോ ഇവിടത്തേക്ക് എത്തിയത്. ആക്ച്വലി ഞാൻ കുറെ നേരത്തെ എപ്പോഴും ആണ് ഈ വയർഡ് ഹെഡ്സെറ്റ് കണ്ടത്. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ ലൈക്ക് ഒക്കെ ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത് പോയി. ഞാൻ ഈ അടുത്ത് ഈ വീഡിയോ പിന്നെയും വന്നു ഫീഡിൽ, ഇങ്ങനെ വേറെ അക്കൗണ്ട് യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ കമന്റ് ചെയ്തതിനകത്ത് കാണുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ നോക്കി, ഈ വീഡിയോ ഞാൻ കമന്റ് ചെയ്താണല്ലേ, അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് പേജ് എടുത്ത് നോക്കിയിട്ട് ഇവിടെ വീഡിയോ അങ്ങനെ ഞാൻ ഓർത്തിട്ടാണ് ഞാൻ എന്റെ ആ ജാങ്കോ സ്പേസിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ പേജിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ വയർഡ് ഭയങ്കര ഫാനാണ്. അത് ഭയങ്കര സബ്റ്റിലായിട്ട് ഭയങ്കര രസമാണ്. സ്ക്രിപ്റ്റ് ഒക്കെ ശരിക്കും പ്രിപ്പയർ ചെയ്ത് ഫുൾ എഴുതി അങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത്? അതെ, സ്ക്രിപ്റ്റ് എഴുതി ഡയലോഗ്സ് കറക്റ്റ് ആയിട്ട് എഴുതും. ബാക്കിയുള്ള ഷോർട്ട് ഡിവിഷൻ അങ്ങനെയൊന്നുമില്ല. അത് ഈ റീലില് ഡീറ്റെയിൽ ആയിട്ട് വേണം തോന്നുന്ന സാധനങ്ങൾക്ക് മാത്രം ചെയ്യാറുള്ളൂ, അല്ലാത്തതൊന്നും ചെയ്യാറില്ല. നിങ്ങൾ എത്ര ഗ്യാപ്പില് വീഡിയോസ് എടുക്കാറുണ്ട്? വീഡിയോസ് സൺഡേസ്, ലൈക്ക് ഒരു മാസം ചിലപ്പോ 2 സൺഡേസ് ഒക്കെ എടുക്കും. എത്ര വീഡിയോസ് എടുക്കും ഒറ്റ ദിവസം? 3 വീഡിയോസ് ഒക്കെ എടുക്കും. 3 വീഡിയോ ഒരു ദിവസം എടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരും അവൈലബിൾ ആവുക ആ ഒരു ഡേറ്റില്? അല്ല, അത് ആക്ച്വലി ചീറ്റിംഗ് ആണ്. ചിലപ്പോ ഇവളൊക്കെ ഉള്ളത് ചിലപ്പോ അവളുടെ ആദ്യം എടുക്കും, പിന്നെ അവളുടെ എടുക്കും, അങ്ങനെയൊക്കെ. ആക്ച്വലി ഇവര് നമ്മളെല്ലാരും കൂടി കണ്ടിട്ടുള്ള വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 4 ദിവസമൊക്കെ 5 ദിവസമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും അനുപമയും തമ്മിൽ കാണുന്ന തന്നെ കുറെ കൊക്കോയിൽ വന്ന് കുറെ കാലത്തിന് ശേഷം വീഡിയോസിലുണ്ട്. കോംബോ സീൻസ് വന്നിട്ടുണ്ട് മുമ്പേ. അല്ലാതെ ഒരുമിച്ച് ചെയ്യും. അത് ഭയങ്കര ഐഡിയ ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന റൊട്ടീനാണോ? ഡെയിലി ഇല്ല, നമ്മളൊരു മന്തില് ചിലപ്പോ പടി കയറി കഴിഞ്ഞാൽ 2 ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 4-5 ഒക്കെ. ഡെയിലി കണ്ടന്റ് ഡ്രാമയില് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അത്രയ്ക്കും വലിയൊരു എഴുത്തുകാരല്ലേ. സ്കിറ്റ് ഒക്കെ ചെയ്യുമ്പോ ചിലപ്പോ ഡെയിലി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ കുറച്ചും കൂടി നമ്മള് വേറെ രീതിയിലാണല്ലോ. അങ്ങനെ ഒരു അങ്ങനെ വഴക്ക് പറയുന്നു പറയരുതെന്ന് ഞങ്ങളെ പറഞ്ഞു, അതുകൊണ്ട് വഴക്ക് പറയില്ല. നല്ലൊരു മനുഷ്യൻ. ഞങ്ങളങ്ങനെ പഠിച്ചതൊന്നും ഓർത്ത് വെക്കാറില്ല. ശരിക്കും വഴക്കൊന്നും പറയില്ല? വഴക്ക് പറയില്ല, പക്ഷെ അല്ല ചിലപ്പോ ഒരു 10 ടേക്ക് 15 ടേക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു ഇത് ഇതാവില്ല, എന്താ കേൾക്കില്ല. ആൾക്ക് ആള് ഉദ്ദേശിക്കുന്ന കിട്ടുന്നവരെ നമ്മളെ അത് പറഞ്ഞുതരും, ചെയ്യിപ്പിച്ചു നമുക്ക് മനസ്സിലാകും. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഇത് നമ്മളെ മുഖമാണല്ലോ ആൾക്കാർ കാണുന്നത്. ലൈക്ക് അപ്പോൾ ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് പറഞ്ഞുതരും ഇത്, കാരണം വന്നു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ നമ്മൾ തന്നെ കേൾക്കുന്നത്. അപ്പം ആള് ചിന്തിക്കുന്ന ഇത് വേണം, അതുവരെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ചീത്തയായിട്ട് വഴക്കായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. റെക്കോർഡ് 37 ഒരൊറ്റ ഡയലോഗിൽ 37 ടേക്ക്. പക്ഷെ അതിന്റെ കാണാനില്ലേ, റിസൾട്ട് കാണാനില്ലേ? അതിനി അത് ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവൂലോ പറയാൻ. അതായത് ഞാൻ പറഞ്ഞ് തെറ്റിക്കല്ല ചെയ്യാ, ഞാൻ ഇങ്ങനെ പറയാതിരിക്കാം. ഒരു പ്രാവശ്യം ഇങ്ങനെ വെറുതെ അവരെ ഇതാക്കുന്നതല്ല, എനിക്ക് ശരിക്കും പ്രശ്നം വരുന്നുണ്ടോ കിട്ടാത്തോണ്ടാ, മനസ്സിലാവണ്ടേ? അജയ് സിംഗിൾ ടേക്ക്
പ്രൊഫഷണലിസം കാണിച്ച് മിണ്ടാതിരിക്കുക. ഈ ഡയറക്ടർ സാർ അഭിനയിക്കുമ്പോ എങ്ങനെയാ? ഞാൻ മോസ്റ്റ്ലി ആദ്യമൊക്കെ കുറെ റീൽസ് വരും, ഞാൻ അഭിനയിക്കാൻ കണ്ടിട്ടില്ല. ചീറ്റ് ചെയ്തിട്ട് ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസേ ഉള്ളൂ. സോ നമുക്ക് അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവര് വരുമ്പോ ഇവരുടെ സൈഡ് മുഴുവൻ എടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൈലബിൾ ആണല്ലോ ഓൾറെഡി. അപ്പം ഞാൻ എന്താ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, ഡയറക്ഷൻ ചെയ്ത് എഡിറ്റ് ചെയ്യുന്നു, കാശ് മുടക്കുന്നു. ക്യാമറ ട്രൈപോഡ് ആണെങ്കിൽ ഓൺ ആക്കിയിട്ട് ഇങ്ങോട്ട് വരും, ലൈക്ക് ഫ്രെയിം നോക്കിയിട്ട്. മൂവിങ് ഷോട്ട് മാത്രം വേറെ ഒരാള് മേ ബി അവൻ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ ചെയ്യും, അല്ലെങ്കിൽ ഇവര് ചെയ്യും, ഇവള് ചെയ്യും. ശരിക്കും ചേട്ടൻ എന്താ പഠിച്ചേ? ഫിസിക്സ് പഠിച്ചു, അവിടെ പോയി ഡ്രാമ ചെയ്തിട്ട് അതിൽ പൊട്ടി. പിന്നെ സ്കൂളിൽ +2 ഇട്ടിട്ട് സിനിമ തന്നെയാണ്. ഫിസിക്സ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇല്ല, ഞാൻ ട്രൈ ചെയ്തു FTL പക്ഷെ കിട്ടിയില്ല. 2 പ്രാവശ്യം എക്സാമിൽ ഫെയിൽ ആയി. അച്ഛൻ സിനിമയിൽ കുറച്ച് ആളുണ്ടായിരുന്നു, പിന്നെ അച്ഛനത് അറിയാം. ജാതി അല്ലേ, അച്ഛന്റെ റൈറ്ററാണ്. അപ്പൊ അച്ഛന്റെ സിനിമ അല്ലേ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അത്. അതില് അതിന്റെ മെയിൻ ആയിട്ടുള്ള ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് റിമെമ്പർ മീ എന്നുള്ളതാണ്. അതില് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്നെ ആ ഈ പുതിയ ജനറേഷന് ഓർക്കുമ്പോ അങ്ങനെ ത്രെഡാണത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും. അപ്പൊ ആ ഒരു പേര് യുനോ അതിനല്ലേ ആക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആ സിനിമ എപ്പോഴും ഒരു മരണമില്ലാത്ത സാധനമാണല്ലോ, കല എല്ലാ രൂപങ്ങളും. അപ്പോൾ ആൾക്കാർ മരിച്ചാലും സിനിമയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതില് കൊക്കോ വൈബ്സ് എന്നിട്ടാണ്. ഓക്കെ, ഇതിനകത്ത് ഇനി ഡയറക്ടർക്ക് മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ ഇവരെ പറ്റിയിട്ട്. ഏറ്റവും ബ്രില്യന്റ് ആക്ടർ ആരാ? ഏറ്റവും ബ്രില്യന്റ് ആക്ടർ ഞാൻ തന്നെയാണ്. ഞാൻ നല്ല ആക്ടർ അല്ല, ഞാൻ സേഫ് സോണിന്റെ ആളാ. ബ്രില്യന്റ് ആക്ടർ എനിക്ക് തോന്നുന്നതിൽ പലർക്കും പല രീതിയിലുള്ള സാധനങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ അറിയാം. പലർക്കും പല രീതിയിലുള്ള സാധനം ഈസി ആയിട്ട് ചെയ്യാൻ അറിയാം. അവർക്ക് അവർ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഉണ്ട്. ദേഷ്യമൊക്കെ ചിലപ്പോ ആയിരിക്കും അത്ര ചെയ്യാൻ അറിയില്ല, പക്ഷെ ഇവർക്ക് ദേഷ്യം ചെയ്യാൻ അറിയാം. പക്ഷെ ഫുഡ് കിട്ടില്ല ദേഷ്യം ഫുഡി അല്ല, പക്ഷെ എനിക്ക് വിശപ്പ് സഹിക്കാനുള്ള കഴിവ് ദൈവം തന്നില്ല. അത് വേണം. എപ്പോഴെപ്പോഴും ഒന്നും വിശക്കലില്ല. കഴിക്കുമ്പോ കുറച്ച് മതി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിശക്കും. സത്യം പറഞ്ഞ ഏറ്റവും മടി സമ്മതിക്കാനാണ്. ആണോ? അതെന്താ? അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഒരു മാസം 2 കണ്ടന്റ് ഇറക്കണോ. ഇപ്പൊ നമ്മളുടെ പോർഷൻ എല്ലാം എടുത്ത് വെക്കും, എന്നിട്ട് ആളുടെ പോർഷൻ പിന്നെ എടുക്കാവുന്നുള്ളതിൽ വെക്കും, എന്നിട്ട് അത് എടുക്കില്ല. അങ്ങനെ 2-3 കണ്ടന്റ് ഒക്കെ ഇറക്കാതെ പോയിട്ടുണ്ട്. നിങ്ങൾ ഈ 2-3 എപ്പിസോഡായിട്ടല്ലേ ഇറക്കുന്നത്? അപ്പൊ ഇത് ഫുൾ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിട്ടാണോ അതോ ഓരോ എപ്പിസോഡ് അങ്ങനെയാണ്? ഫുൾ സ്ക്രിപ്റ്റ്. ആകെ ഒരു പ്രാവശ്യമാണ് നമ്മള് 2 പ്രാവശ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അത് അവള് ഫസ്റ്റ് വീഡിയോ വൈറലായപ്പോ അതിന് റിലേറ്റ് ചെയ്തിട്ട് ഒരു സാധനം കൂടി ചെയ്തു മാത്രം. പിന്നെ വീണ്ടും ചെയ്തു, അല്ലാതെ ബാക്കിയെല്ലാം ഫുൾ സ്ക്രിപ്റ്റ്. ഓക്കേ, ചേട്ടൻ എത്ര ടൈം എടുത്തിട്ട് ഇത് ചെയ്യുന്നത്? സ്റ്റോറി മേക്കിംഗ് അല്ല, സ്റ്റോറി റീൽ ആയതുകൊണ്ട് നമുക്ക് അധികം ഒരു ഇല്ലല്ലോ, 1.5 മിനിറ്റിന്റെ സാധനമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ, ഒരു മണിക്കൂർ. പ്ലാൻ ചെയ്ത് പോകുന്നതാണോ? അല്ല, ഇത് എഴുതുമ്പോൾ നമ്മളിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വിഷ്വലൈസേഷൻ ആയിട്ടല്ലേ പോവാ. അപ്പൊ നമുക്കൊരു കഥ കിട്ടില്ല. ഇത് 1.5 മിനിറ്റ് ആയതുകൊണ്ട് നമുക്കത് ഓർത്ത് വെക്കാൻ എളുപ്പമാണല്ലോ. അത് അങ്ങനെ വന്ന് ആ ഫ്രെയിം ഇങ്ങനെ എന്നുള്ളത്. പിന്നെ എഡിറ്റ് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊരു ഈസി വഴിയാന്ന് തോന്നുന്നു. പിന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പടങ്ങളെല്ലാം ഒബ്സർവേഷൻ
ഞാൻ ആക്ച്വലി ഒരു കളർ മാത്രം നോക്കിയത്. ഇവിടെ ഒന്നുമില്ല, അത് വേറെ എവിടെയോ ആണ്. ഇതിൽ കുറച്ച് ഓണ്ടർപ്രണേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പേജ് പൗഡർ എന്നൊക്കെ പറയായിരുന്നു. ഞാൻ മാത്രമേ ഒരു ജ്വല്ലറി പേജ് ഉണ്ട്, അനുജിത എന്നാണ് പേര്. സക്സസ്ഫുള്ളി ഗോയിങ്. അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, ലൈക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മള്. അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് പോട്ടെ. നിങ്ങൾ 6 പേരുടെയും ഏറ്റവും എക്സ്ട്രീം ആഗ്രഹം എന്ന് പറയുന്നത് ആക്ടിങ്, സിനിമ തന്നെയാണോ? സിനിമ ലൈക്ക് എല്ലാവർക്കും തോന്നുന്നു സിനിമയുടെ പ്രോസസ് ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. ഇതിൽ സിനിമ പക്ക ഭയങ്കര ഇതുള്ള അങ്ങനെ പറയാ അല്ല ഉണ്ട്. പ്രോസസ്സിനോടുള്ള ഇഷ്ടമുണ്ട്. ബോയ്സ് 3 പേർക്കും സിനിമ ഭയങ്കര ഒരു ഏറ്റവും വലിയൊരു ഗോളായിട്ട് എപ്പോഴും കാണുന്നത് ഫിലിമാണ് ആക്ടിങ്. ഓക്കെ, ആര്യയുടെ എന്താ ശരിക്കും പഠിച്ചതും പാഷൻ പ്രൊഫഷൻ? അങ്ങനെ ഞാൻ പഠിച്ചത് ഹിസ്റ്ററിയാണ്. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ച ഞാൻ IAS കാരി ആവുന്നൊക്കെ വിചാരിച്ച് ഞാൻ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് ഹിസ്റ്ററി ഒക്കെ എടുത്താണ്. പക്ഷെ അതൊന്നും അല്ല ഇത്. പക്ഷെ ഇപ്പൊ ഉള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഇഷ്ടമാണ്, എന്റെ പാഷൻ ആയിരുന്നു ആക്ടിങ്. അപ്പൊ അതിലേക്ക് തന്നെ ഫൈനലി എത്തി. ഇഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആദ്യമൊക്കെ ഉള്ള വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യായിരുന്നു ആര്യ IAS എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പൊ പിന്നെ അവരെ ആക്ട്രസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തത്. ഞാൻ ബൈ പ്രൊഫഷൻ ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് വർക്ക് ചെയ്യാണ്. അങ്ങനെയല്ല, എനിക്ക് ആർട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ആണെങ്കിലും ആക്ടിങ്ങും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ കൂടെ കൊണ്ടുപോകുന്നു. ശരിക്കും വേറെ എന്തൊക്കെ കലാപരമായ കഴിവുകളാണ് നിങ്ങൾക്കുള്ളത്? അഞ്ജലി ഡാൻസ് കളിക്കും. ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നു. ക്ലാസിക്കലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാം കളിക്കും. ഡാൻസും ആക്ടിങ്ങും. ഇവർ രണ്ടുപേരും ബ്രേക്ക് ഡാൻസ് കളിക്കും. അജയും കളിക്കും. ഇപ്പൊ കളിക്കാറില്ല. പിന്നെ വേറെ ആര്യ എന്തൊക്കെ വേറെ കഴിവുകൾ? എന്റെ കഴിവുകളാ? ഞാൻ അത്യാവശ്യം കഴിവുള്ള ഒരാളാണ്. അല്ല, എനിക്ക് അഭിനയമാണ് കൂടുതൽ ഇഷ്ടം. എല്ലാത്തിലും ഇച്ചിരി കഴിവേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ഒന്നിലും ഭയങ്കര സംഭവമല്ല, പക്ഷെ എല്ലാത്തിലും ഇങ്ങനെ തൊട്ട് പോകും. അമ്മ അങ്ങനെ പാടാൻ വൈഷ്ണവിന്റെ ലിസ്റ്റ് വരാനുണ്ട്. പടം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടെ മുന്നേ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓൾറെഡി ഇത് എനിക്കൊരു സൂചന തന്നിട്ടുണ്ട്. ഒരാൾ വരുന്നുണ്ട് മിമിക്രി ആർട്ടിസ്റ്റ്, മിമിക്രി ഒക്കെ ചെയ്യും എന്ന് എനിക്ക് നേരത്തെ പറഞ്ഞേ ചെയ്യണേ. പിന്നെ ലിറിക്സ് ചെയ്യാറുണ്ട്. അത്യാവശ്യം കുറച്ച് ലിറിക്സ് ചെയ്യുന്നുണ്ട്. തമിഴ് ലിറിക്സും ചെയ്യാറുണ്ട്. ഞാൻ ചെയ്ത് പഠിച്ചു വരുന്നു. ഡാൻസ് കളിക്കും, കുറച്ച് പാട്ട് പാടും. പാട്ട് പാടുമോ? ഞാൻ പാടില്ല കേട്ടോ, പാട്ട് പാടില്ല. കവിത എഴുതാറുണ്ട്. അതുകൊണ്ട് ഇപ്പം യൂട്യൂബിന് വേണ്ടിയിട്ട് പഞ്ചോത്തര മ്യൂസിക്കിന് വേണ്ടി 2 സോങ് ഡിവോഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് സാൻസ്ക്രിറ്റും മലയാളം. പിന്നെ തമിഴ് 2 സോങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ മലയാളം മെലഡീസ് എഴുതാറുണ്ട്. അതൊക്കെ ചെയ്ത് വരുന്നു, പഠിച്ചു വരുന്നു. ചെയ്ത സോങ്സോ അതൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു 8 ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചെണ്ണം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ആൾക്കാരിലേക്ക് എത്രത്തോളം റെക്കഗ്നൈസ് ആവുമെന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ സന്തോഷത്തിന് ചെയ്ത പാട്ടോ ഇറങ്ങാൻ പോകുന്നത് പാടാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ഇതിന്റെ കേട്ടിട്ടില്ല, ആദ്യത്തെ കേൾക്കാൻ പോകും. അല്ല, നിനക്ക് ഇഷ്ടമുള്ള ചെയ്തത് ഏറ്റവും ഭയങ്കര സംഭവമാണ്. ഏറ്റവും ഇഷ്ടം ഇറങ്ങിയിട്ടില്ല. പിന്നെ മെലഡീസ് എഴുതിയിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയത് ഒരെണ്ണമുണ്ട്. 4 പേര് പടം. ഞാൻ പടം എങ്ങനെയാന്ന് അറിയില്ല. നിലത്തുണിയേറിപ്പോകും കിനാവിന്റെ നാണം വീടുന്നെത്തുമോമൽ തുമ്പി
നിനക്കെന്തു വേണം തണുപ്പാകെ മൂടും രാവിൽ പുതപ്പെന്ന പോലെ അടുത്തെത്തി മെല്ലെ വാതിൽ അടയ്ക്കുന്നതാരോ ഇനി ചെറിയൊരു പോർഷനാണ്. ഓൾറെഡി സിനിമയിലുണ്ടാണ്. പാട്ടിപ്പോ അങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ആൾക്കാരുടെ ചാൻസ് എല്ലാ മ്യൂസിക് ചാൻസ് വയ്ക്കാറുണ്ട്. അങ്ങനെ ആയി വരുന്നു. ഞാൻ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ പടം ഭയങ്കരമുണ്ട്. 3 ഹീറോസിൽ ഒരാളായിട്ട് ചെയ്തിരുന്നു. പിന്നെ പരിവാർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ജഗദീഷ് സെക്കൻഡ് ഹാഫ് ഒരു വാട്ടർ ക്യാരക്ടർ. പിന്നെ ചെറിയ ചെറുപടങ്ങളൊക്കെ ചെറിയ റോളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ കുറച്ച് ഡയലോഗുകൾ പരിപാടികൾ അത്ര വലിയ സംഭവമൊന്നുമില്ല. രണ്ടാമത്തെ നടൻ അല്ല അതില് എന്താ പറയാ ഇത് പറഞ്ഞ ചെറിയ ചെറിയ ഇതായിട്ട് തന്നെ ഉള്ളൂ. ആ ഒറ്റ സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ. അത് ലവ് ഫുൾ യൂസ് വേദ. ഉണ്ടായില്ല ആക്ച്വലി. ഇവര് രണ്ടുപേരും ഉണ്ടായില്ലേ നന്നായിട്ട് 2 ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഞാനോ ഞാൻ ട്രൈ ചെയ്തും അടുത്തു കിട്ടിയില്ല എന്നൊക്കെ. ഓഡീഷൻസ് ഞാൻ ഒരു 100-150 അറ്റൻഡ് ഉണ്ടാവും 2018 മുന്നേ, കോവിഡിന് മുന്നേ. പിന്നെ ഇത് തുടങ്ങി. പിന്നെ പിന്നെ പക്ഷെ കിട്ടും. നിങ്ങള് ബാക്കി നിങ്ങൾ പെൺകുട്ടികളും ഓഡീഷൻസിനൊക്കെ പോവാറുണ്ടോ? പോയിട്ടില്ലേ? ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോകണം അങ്ങനെ ആഗ്രഹം ഉണ്ടാവും സിനിമയിലേക്ക്? ഭയങ്കരമായിട്ടുള്ളൊരു ഇതില്ല. എനിക്ക് ആ പ്രോസസ് ഇഷ്ടമാണ്. പിന്നെ എന്റെ ഒരു ആക്ട് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ എന്റെ പ്രൊഫഷനും പാഷനും കൂടെ ഒരുമിച്ച് അങ്ങനെ പോകണം. സെയിം. അതുകൊണ്ട് നമ്മളങ്ങനെ ഓഡീഷനൊന്നും പോകുന്നില്ലാന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ശേഷം പറഞ്ഞേക്ക് നമുക്കൊരു കുഞ്ഞി ഗെയിമിലോട്ട് പോയാലോ? സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ആദ്യത്തെ എടുത്തോ. നിങ്ങൾ 3 ടീം, അതുകൊണ്ട് ഒളിഞ്ഞു കുഴപ്പമില്ല. നിങ്ങൾ 3 കൂടെ എങ്ങനെയെങ്കിലും ആക്ട് ചെയ്ത് അവിടെ എത്തിക്കണം. പാർട്ടിസിപ്പേഷൻ മസ്റ്റ് ആട്ടോ. ആൻസൽ ചെയ്യും. അഞ്ജലി അത് മനസ്സിലായി. ഇതെന്താ കാണിക്കാം? സിനിമയിലെ പാട്ടിന്റെ വരിയാണ്. നീ ഞാൻ നോക്കി നീ വരും. ഞാൻ കാണിക്കട്ടെ. എല്ലാം മനസ്സിലായി. എന്താ നീ എന്താ പറഞ്ഞേ? എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ. പഴയത്. സുരേഷ് ഗോപി. ഏതാ? മണിമുറ്റത്ത എത്ര തൊട്ടുള്ള പാട്ട്? കാത്തിരിക്കുക. നോക്കിയില്ല കാണുക. നോക്കത്ത വെയിറ്റിംഗ്. ഞങ്ങൾ തോറ്റു. എത്രാന്നുള്ള കറക്റ്റ് ആണോ? അത് കറക്റ്റാ. എത്ര നാള് സുരേഷ് ഗോപി. ഞാൻ ഒരു ക്ലൂ തരാം. അവസാനമായിട്ട് ഈ പാട്ടിന്റെ സിനിമ ഇപ്പൊ റിലീസ് ചെയ്തു. മറ്റേ സമയം എന്തുകൊണ്ടാണ് കിട്ടിയത്? അതിപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാനിപ്പോ കൂടെ ശ്വാസം നിങ്ങക്ക് ഹാഫ് പോയിന്റ് ഉള്ള, ബാക്കി ഹാഫ് എനിക്കാം. എന്നാലും ഹാഫ് ഞാൻ വാങ്ങി. ഇത് ഞങ്ങള് പറഞ്ഞ അവർക്കാണ് പോയിന്റ്. ഇല്ല, ഉറപ്പായിട്ടും അത് തന്നെ കാണിക്കണം. അതെങ്ങനെ കാണിക്കുക? അനുപമനെ കാണിക്കുക ഫസ്റ്റില്. മോഹൻലാലിന്റെ പഴയ പടം. പഴയ പാട്ട്.
കുറുമ്പൻ, വികൃതി, അടി ഇട്ടു, തെമ്മാടി, അടി അടി, അങ്ങനെ തന്നെ വേണം. കുസൃതി, കുറുമ്പ്, കുട്ടി ആ ഇത് ആരെയും രക്ഷ കാണിക്കാം. കുറുമ്പ്, ക്യൂട്ട്നെസ് ആണോടാ. പറ്റും. കുറുമ്പ് നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ ആ പാട്ടിന്റെ സീനും കൂടെ അഭിനയിച്ച് കാണിച്ചോ. കുട്ടി കുറുമ്പ് അല്ല ഇത് പറഞ്ഞോടെ അല്ല അത് ഈ സാധനം ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞോടെ പറ്റില്ല മിണ്ടാൻ പറ്റില്ല. മോഹൻലാലാണ്, പഴയതാണ്. ഓക്കെ വന്ദനം. ആള് ക്യാരക്ടർ കയറി കാണിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല. സീൻ അറിഞ്ഞൂടെ? നെക്സ്റ്റ് ലൈൻ കാണിക്കും. ഇത് കുയില് കുയില് കാക്കക്കുയിൽ. കണ്ടോ കണ്ടോ അല്ല പഴയ എന്നാലും നടുവില്ല. കമ്മൽ, കമ്മല്, കാത്, കാത്, പാട്ട്, കുയിൽ, കുയില്, കുയിൽ പാട്ട്, കുയിൽനാദം. കുയിൽ, കേട്ടു, കുയിൽ, ഗാനം, രാഗം, കുയിൽ. കുയില്, ഓക്കെ കുയില്, കാത്, ഉപ്പ്, പഞ്ചാര, ടേസ്റ്റ്, ടേസ്റ്റ്, രുചി, സ്വാദ്. 10 seconds more. അയ്യോ കുയില് അല്ല നമുക്ക് സ്വരം. കുയില്, ശ്രുതി, പാട്ട്, ഈണം, ഗാനം, താളം, രാഗം, കാത്, കാതിൽ തേൻമഴയായി. അതിലെവിടെ പോലെ പറ. പൂങ്കുയില് പക്ഷെ കുറച്ചുകൂടെ അത് ഇനി അങ്ങോട്ട് കൊടുക്കും. ഇത് ടഫായിരുന്നു അല്ലേ? അല്ലേ ആയിരിക്കും. ഇല്ലില്ല Yes, guys. ചന്ദ്രൻ. ആ ചന്ദ്രന്റെ വേറെ അമ്പിളിമാമൻ. നക്ഷത്രം. നക്ഷത്രം ആ നീലാമലരെ ചെലവ് കേട്ടോ. 1.5. യെസ് അതല്ലേ ഞാൻ മേടിച്ചില്ല. ഇനി നിങ്ങൾ ബോഡി ഷേവ് ചെയ്തൊരു മാർക്ക് മേടിച്ചു നോക്ക്. അതിന് ഡാൻസ് കാണിച്ചു കൊടുക്കടാ. അത് ഡാൻസ് കാണിച്ചു കൊടുക്ക. സോറി കുറച്ച് പഴയതാ. എടുത്തെറിഞ്ഞ ലജ്ജ, ഞാൻ പാട്ടോട് നീ പാടി, നീ മൂളി, കള്ളകളി, കള്ളകളി, പോയിന്റ് കൊടുക്കണോ? കൊടുക്കാം. ഞാൻ ഉള്ളിലെ പാടി എന്തായാലും അരിയിരിക്കട്ടെ. ഇത് നിങ്ങൾ ആരെങ്കിലും അഭിനയിക്കണോ? നീ തന്നെ അഭിനയിക്കും. നീ അഭിനയിക്കുലപതി. അത് ആദ്യം എന്താ? ആദ്യം പറയണം, തുടക്കം പറയണം. അതിനല്ലേ പാട്ട്. സിമ്പിൾ. സിമ്പിൾ. ഇതുമായിട്ട് മുന്നേറുന്നു. സിമ്പിൾ. ഇത് സിമ്പിൾ സോറി പറയാൻ പാടില്ല അല്ലേ? ഒന്ന്, ഒന്ന്, ഒരു പുഷ്പം, ഒരു പുഷ്പം, ഒരു പൂ മാത്രം ചോദിച്ചേ. അങ്ങനെ എങ്ങനെയോ അയ്യോ അല്ല, നമ്മളല്ലേ ജയിച്ചു, അവരല്ലേ ജയിച്ചു. ജയിച്ചില്ല, നിങ്ങളെ ജയിച്ചേ. അല്ല. പോയിന്റ് കൊണ്ടല്ലേ അവർക്ക് ഒന്നും കേട്ടോട്ടെ. എങ്ങനെയോ കഴിഞ്ഞു. ജയിച്ചു. അപ്പൊ സമ്മാനം ഇതിനകത്ത് എനിക്ക് ഇപ്പം ഇതും കൂടെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് ശരിക്കും ഈ ആളാണ് ഇൻട്രോവേർട്ട് എന്നാണ്. അവനെ കുറിച്ച്
ഇന്റർവേർട്ടായി എങ്ങനെ അഭിനയിക്കാൻ ഓ, അതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ കൂടുതൽ ശരിക്കും കുരുത്തക്കേടാരാ? അതാ ചെയ്യാറില്ല. ആണ്. സമ്മതിച്ചെന്നാ. എങ്ങനെ എന്തൊക്കെ കുരുത്തക്കേടാ കാണിക്കാറ്? കുരുത്തക്കേടല്ല, ഒരു തല്ല് കൊള്ളിത്തരും. അങ്ങനെയാണോ? ശുദ്ധനാണ്, പാവമാണ്. പാവാണ് ബേസിക്കലി. ഞാൻ പാവാ. വേറെ ആരില്ലെങ്കിൽ നിങ്ങളൊന്നും വഴക്കുണ്ടാക്കാറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? ചെറിയ പിണക്കാടി ഒന്നുമില്ല, കാണാറില്ലല്ലോ അല്ലേ? ഇല്ല. അങ്ങനെ മനസ്സിലായി. കുറിച്ചിപ്പോ പറഞ്ഞില്ല എന്നോട്. ഇതിങ്ങനെയാ? ഞാൻ ശരിക്കും മനസ്സിലായി. ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ മറന്നുപോയി. ആക്ട് ചെയ്ത് കണ്ടാൽ മനസ്സിലാവില്ല. ക്യാരക്ടറേ വേറെയാ. ഞാനിപ്പോ അതന്നെയാണ് ചിന്തിച്ചത്. ക്യാരക്ടറേ വേറെയാണ്. ഭയങ്കര അഭിനയം. എന്താ വ്യത്യാസം? അതിനകത്ത് കുറച്ച് മെച്ചൂരിറ്റി തോന്നുന്നുണ്ട്. ക്യാരക്ടർ എഴുതുന്നതിന്റെ എഴുതി വെച്ച. ഏറ്റവും കൂടുതൽ പാടുള്ള ഇമോഷൻ ഏതാ ചെയ്യാനായിരിക്കും? ദേഷ്യം. ദേഷ്യമാണ് വരാത്തെ. ബാക്കി നിങ്ങൾക്കല്ല? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം ശരിയാ. മുരളിന്റെ ആക്ടറാണ് വൈഷ്ണവൻ. വൈഷ്ണവിന് എനിക്ക് തോന്നുന്നത് ലൈക്ക് ഭയങ്കരമായിട്ട് വിട്ടുകൊടുത്ത് ദേഷ്യമില്ലാണ്ട് പിടിച്ച് ദേഷ്യപ്പെടില്ലേ, ആ സാധനം വൈഷ്ണവിന് ചെയ്യും. ബുദ്ധിമുട്ടാണ്. ഓ, വരാൻ പാടാണ്. പിടിച്ചുള്ള ദേഷ്യല്ലേ അത്. അടിച്ച് ദേഷ്യപ്പെടാൻ അറിയാം. അടുത്താക്ക് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. കണ്ണേട്ടനോ? വീട്ടിൽ വിളിക്കുന്ന പേരാ. അനുപമയ്ക്ക് ഏതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എന്താ സാധനമല്ലോ? ദേഷ്യം വരുന്ന ദേഷ്യം ചെയ്യാൻ പറ്റും. റൊമാൻസിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പറയാം. എല്ലാം വരും. എല്ലാവരും അല്ലട്ടാ വരും, അങ്ങനെയൊന്നും വരില്ല. എനിക്ക് എന്താ ദേഷ്യം, കരയാൻ പെട്ടെന്ന് കരയാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കരയാനൊന്നും പറയില്ല, ഒന്നും വരില്ല. ഒരു ഭാവമില്ല. എന്നാലും ഏറ്റവും പാടാതാ മുതലാളി പറഞ്ഞു. അഞ്ജലിക്ക് എനിക്ക് തോന്നുന്നു റൊമാൻസ് ഇച്ചിരി ടഫാന്ന് തോന്നുന്നുണ്ട്. പൊട്ടിക്ക് ഐ എം എ ടഫ് ഗൈ. റൊമാൻസ് മാത്രം വരില്ല. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആർക്കായ കൂട്ടത്തില്? ആണോ? എനിക്കറിയില്ല. നിങ്ങൾ പുറത്ത് പോകുമ്പോ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാർ അത് ഏറ്റവും കൂടുതൽ ആരെ റെക്കഗ്നൈസ് ചെയ്യാൻ? ആദ്യമൊക്കെ നമ്മളോട് ചോദിക്കുക, ആ ചേട്ടന്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ, അങ്ങനെ ചോദിക്കുക. ഇപ്പോഴാണ് നമ്മളെയൊക്കെ സ്വന്തം പേരൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ആ ചേട്ടന്റെ കൂടെ ചേട്ടന്റെ കൂടെ ചേച്ചി. ഓക്കെ, നിങ്ങൾക്ക് റിപ്ലൈസ് കമന്റ്സ് ഒക്കെ വരത്തില്ല? ഏറ്റവും ഭയങ്കര നോട്ടീസ് ചെയ്ത ഏതെങ്കിലും മെസ്സേജ് ഉണ്ടോ? മെസ്സേജസ് നമ്മൾ ചെയ്ത സാധനങ്ങള് ആൾക്കാർ ഇത്രയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാണുമ്പോ ഇതെന്താ എന്നൊക്കെ പറയാറുണ്ട്. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ ആൾക്കാർ പറയാം. സന്തോഷല്ലേ? ലൈക്ക് നമുക്കത് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു അതിശയല്ലേ ലൈക്ക് ആൾക്കാർക്ക് കണക്ട് അതെ, കേൾക്കുമ്പോ ഒരു സന്തോഷം. സെലിബ്രിറ്റീസ് ഒക്കെ ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടോ? സെലിബ്രിറ്റീസ് ഉണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. മെസ്സേജസ് ഡയറക്ടേഴ്സ് ബിഹൈൻഡ് ക്യാമറയുള്ള ആൾക്കാർ കുറച്ചുപേര് നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അസോസിയേറ്റ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ശരിക്കും ഫ്യൂച്ചർ പ്ലാൻ കൊക്കോ വൈബ്സിന്റെ? കൊക്കോ വൈബ്സിന്റെ ഫ്യൂച്ചർ പ്ലാൻ സിനിമയാണ്. നിങ്ങളായിട്ട് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടോ? അതോ അത് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡ്യൂസർമാർ, ആരെ ഏത് കഥ ഓക്കെ പറയുന്നു അത് ചെയ്യുന്നൊക്കെ. ചെയ്യും, ഞങ്ങളൊക്കെ റോൾ എന്തെങ്കിലും തന്നാ അഭിനയിക്കും. സമ്മികേട്ടൻ വേണ്ടി എഴുതുന്നുണ്ടോ? കഥ എഴുതുന്നുണ്ടോ? കഥയുണ്ട്. നമ്മൾ കുറച്ചാലേ ഒരു 10-12 വർഷം 15 വർഷമൊക്കെ ആയില്ലേ ഇപ്പൊ. അത് സ്റ്റോറീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ സിനിമയായിട്ട് ചെയ്യാൻ വേണ്ടി. മീറ്റ് ചെയ്യുന്നുണ്ടോ ഡയറക്ടേഴ്സിനെയൊക്കെ? പ്രൊഡ്യൂസർമാരെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പറയത്തക്ക രീതിയിലൊന്നും ആയിട്ടില്ല. എന്തായാലും അതെ, ഇൻ ഫ്യൂച്ചർ ഹോപ്പ്ഫുള്ളി. അതെ, ഹോപ്പ്ഫുള്ളി എന്തായാലും ആവട്ടെ. അപ്പം കൊള്ളാം, രസമുണ്ട്. ഞാൻ കണ്ടപ്പോ വിചാരിച്ചത് കുറച്ചും കൂടെ ഒരു അധികം സംസാരിക്കാതെ നിങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ ഭയങ്കര ഒരു സ്ലോ അങ്ങനത്തെ ഒരു രസമാണല്ലോ. അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു ടീമല്ലോ, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിച്ച കാര്യമാണ്. ക്യാരക്ടറൊക്കെ കാണുന്നുണ്ട്. അമ്മ മറ്റേ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്കിലെ ക്യാരക്ടർ പോലെ ഫീൽ ചെയ്യും. ഇത് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണോ അയച്ചു? അല്ല, ആ ബുക്ക് വായിച്ച ക്യാരക്ടർ പോലെ ആര്യെ കാണുമ്പോ ആരെയാണ് ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലുക്ക് വൈസും മേ ബി ആക്ടിങ് വൈസും ഒക്കെ. പക്ഷെ അല്ല,
മനസ്സിലായി അല്ല എന്നുള്ളത്. അത് പറയാൻ ഇത്ര അതിനാണ് ഞാൻ അവിടെ വരെ അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല നല്ല കുറെ വീഡിയോസ് ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. ഈ പറഞ്ഞ പോലെ സിനിമ ആഗ്രഹിക്കുന്നവരും അല്ലാതെ പ്രൊഫഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. ഈ കൊക്കോ വൈബ്സിന്റെ ഒരു ഫിലിം സംഭവിക്കട്ടെ. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.